പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിൽ തലകുടുങ്ങിയ നായയ്ക്ക് രക്ഷകരായി TDRF വളണ്ടിയർമാർ. തിരൂരിൽ 6 ദിവസമായി പ്രയാസം അനുഭവിച്ച നായയ്ക്കാണ് TDRF വളണ്ടിയർമാർ രക്ഷകരായെത്തിയത്. ഭക്ഷണം പോലും കഴിക്കാനാകാതെ തിരൂർ പയ്യനങ്ങാട് കോട്ടുതങ്ങൾസ് റോഡിൽ 6 ദിവസമായി ഒരു തെരുവ് നായ പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിൽ തലകുടുങ്ങിയ നിലയിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഈ നരകതുല്യമായ കാഴ്ചയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർ സ്ഥലത്തെത്തി നായയെ സാഹസികമായി പിടികൂടി തലയിൽ കുടുങ്ങിയ പ്ലാസ്റ്റിക് ബോട്ടിൽ നീക്കം ചെയ്തു. നമ്മുടെ നാടിനെ ഒരാഴ്ചക്കാലമായി വളരെ ഒരു ദയനീയമായ അവസ്ഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഒരു നായയുടെ കഴുത്തിൽ ഒരു ബോട്ടിലിട്ടിട്ട് അത് കുടുങ്ങിയിട്ട് ഒരു 3ാമത്തെ നായയാണ് ഇപ്പോൾ ഇങ്ങനെ പെടുന്നത്. ഇത് നമ്മൾ താനൂരുള്ള TDRF ഗ്രൂപ്പ് വളരെ വിജയകരമായി അവർ 2-3 തവണ ഇത് ഇന്നലെയും മെനക്കെട്ടിരുന്നു. ഇന്നും വളരെ ഇറങ്ങി തിരിച്ചതിന് ശേഷം ഇപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നിരവധി തവണ പ്രദേശവാസികൾ ഇത്തരം ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം വിഫലമാവുകയായിരുന്നു. ഇതോടെയാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന വളണ്ടിയർമാരായ സലാം അഞ്ചുടി, ഷെഫീഖ് ബാബു, ഹാരിസ് പരപ്പനങ്ങാടി, അർഷാദ്, ജാഫർ സാദിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരായ ഷിഹാബ് തുമ്പിൽ, നാസർ പി, ബാബു കെ എന്നിവരും ചേർന്ന് നായയെ പിടിച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ നീക്കം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തിരൂർ. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.